കുഞ്ഞുങ്ങൾക്ക് ഒരു പോറൽ പറ്റിയാൽ പോലും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഓരോ കുട്ടികളും വളർന്നു വരുന്തോറും അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതുകൂടി മാതാപിതാക്കളുടെ കടമയാണ്. കാരണം ഇന്ന് നിരവധി കുട്ടികളുടെ ജീവനാണ് ഇതുപോലുള്ള പല അപകടങ്ങളിലൂടെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഒരു 4 വയസ്സുകാരന്റെ ഞെട്ടിക്കുന്ന മരണവാർത്തയാണ് ഇപ്പോൾ ഒറ്റപ്പാലത്തു നിന്നും പുറത്തു വരുന്നത്. ഒറ്റപ്പാലം ചുനങ്ങാട് കിഴക്കേതിൽ തൊടി വീട്ടിൽ ജിഷ്ണു എന്ന ഉണ്ണിക്കുട്ടന്റെ മകൻ 4 വയസ്സുകാരനായ അദ്വിനാണ് അതിദാരുണമായി മരണപ്പെട്ടത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കവെയാണ് ആ കുഞ്ഞുമോന് ജീവൻ നഷ്ടമാകുന്നത്. ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ മരണത്തിന്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ആ വീട്ടുകാർ തന്നെയാണ്. ഒരിക്കലും സ്വന്തം കുഞ്ഞിന്റെ ജീവന് വില നൽകുന്നവരാണെങ്കിൽ ഇത്തരം ഒരു പ്രവൃത്തി ആ വീട്ടിൽ അവർ ചെയ്തു വെക്കില്ല. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. വീടിന്റെ മുറ്റത്ത് തന്നെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞ്. സൈക്കിൾ ഓടിക്കുന്നതിനിടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള കിണറ്റിലേക്ക് കുഞ്ഞ് അബദ്ധത്തിൽ വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ അമ്മ ഇന്ദുജ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായി ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. തുടർന്ന് യുവതിയുടെ ബഹളം കേട്ടെത്തിയ അയൽവാസികളും നാട്ടുകാരുമാണ് കുഞ്ഞിനെ കിണറ്റിൽ നിന്നും പുറത്തെത്തിക്കുന്നത്. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടുമുറ്റത്ത് തന്നെ ആൾമറയില്ലാതെ കിടക്കുന്ന കിണർ സാമാന്യം നല്ല താഴ്ചയുള്ളതാണ്. കൂടാതെ കിണറ്റിൽ നിറയെ വെള്ളമുള്ളതും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. കുഞ്ഞുങ്ങൾ എന്നല്ല വലിയവർക്ക് പോലും അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള തരത്തിലാണ് ഈ കിണർ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ഒരു മരപ്പലകയെങ്കിലും അവിടെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ കുഞ്ഞിന് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. കാരണം ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ ആ മാതാപിതാക്കൾക്കുണ്ടാവുന്ന വേദന എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒന്നു തന്നെയാണ്. കുട്ടികളുടെ സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.